അതില് സംസ്ഥാന ഗവൺമെന്റ് നയം പ്രഖ്യാപിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിലൂടെ നമുക്കറിയാം ശാരീരികമായി ബുദ്ധിമുട്ടുകൾ കൂടി ഉൾക്കൊണ്ടാണ് അത്തരം ഒരു അവധി പ്രഖ്യാപനം നടത്തിയത്. വിശദമായ ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടത്തി അഭിപ്രായ രൂപീകരണത്തിന് ശേഷം തീരുമാനം. എന്തായാലും നയം അതാണ്, ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കും. ഒന്നുമില്ല, അങ്ങനെ വരില്ലല്ലോ. പ്രശ്നം ബുദ്ധിമുട്ടില്ലാത്തവർക്ക് കുഴപ്പമില്ല. ആ രീതിയിൽ കുഞ്ഞുങ്ങളുടെ പെൺകുട്ടികളുടെ ക്ഷേമമാണ്, വെൽഫെയർ ഓഫ് ഗേൾസ്, അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് അതനുസരിച്ച് മാത്രമേ ആ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരൂ. അല്ല, മിസ്യൂസ് ആവത്തില്ല. ഇപ്പം ഒരാൾ അവധി എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ എല്ലാത്തിലും IPC 3 IPC ഇപ്പൊ മാറിയല്ലോ, എല്ലാ വകുപ്പുകളും മിസ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ടല്ലോ എന്ന് വിചാരിച്ച വകുപ്പില്ലാതാക്കത്തില്ലല്ലോ. നമ്മൾ എല്ലാ രീതിയിലും പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷിതത്വത്തിനും ക്ഷേമത്തിനുമാണ് UDF സർക്കാർ മുൻതൂക്കം നൽകുന്നത്. അതിന് അനുസൃതമായ നിയമങ്ങളും നയങ്ങളും ചട്ടങ്ങളുമാണ് സർക്കാർ രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലേതെങ്കിലും പോരായ്മകളുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനങ്ങളുണ്ടാകും. സ്വകാര്യതയുടെ വിഷയം ഇന്നത്തെ കാലത്തൊന്നും ഒരു വിഷയമേ അല്ല ആർക്കും. നമ്മൾ പഴയ യുഗത്തിലാണോ? പഴയ യുഗത്തിൽ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കാലത്ത് പോലും അത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. അതിനു മുമ്പുള്ള കാലങ്ങളിലാണ് ഇതൊക്കെ വൻ സംഭവമായിട്ട് വേറെന്തോ ഇതായിട്ടൊക്കെ കണ്ട. ആ കാലം മാറി. നമ്മുടെ ജെൻസി കുട്ടികൾ ജീവിക്കുന്ന വേറെ അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. നമ്മളായിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാതിരുന്നത്. നേരത്തെയൊക്കെ സർക്കാരിന്റെ ബഡ്ജറ്റില് ബാങ്കിങ് മെഷീൻ അടക്കമുള്ള സ്കൂളുകൾ മാത്രമല്ല ഈ പെൺകുട്ടികളെ പ്രശ്നമുണ്ടാകും, പ്രശ്നം ഉണ്ടാകുന്നത് വാഷ്റൂമിന്റെ ഒരു നീറ്റ്നെസ്. അപ്പൊ അതിലൊക്കെ നമ്മുടെ ഈ വാർഡുകൾ എന്നുള്ളതിലുപരി ഈ വനിതാ ക്ഷേമ വകുപ്പ് പ്രാക്ടിക്കലായി ചെയ്യുന്നത്. കാരണം വർഷങ്ങളായി എല്ലാ ബജറ്റിലും ഒരു പ്രത്യേക ഇനമായി കൊണ്ടുവരാറുണ്ട്. പക്ഷെ അത് കൃത്യമായി പ്രോപ്പറായിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ നടക്കും. അതിന്റെ ഒരു കൃത്യമായി പരിശോധന ഇല്ലാത്തതാണ് പലപ്പോഴും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള. തീർച്ചയായും ഏറ്റവും കൂടുതൽ അതും ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. പൊതു ശൌചാലയങ്ങൾ, അത് സ്കൂളുകളിലായാലും സ്ഥാപനങ്ങളിലായാലും പൊതു ഇടങ്ങളിലായാലും ഏറ്റവും വലിയ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ ടോയ്ലറ്റ്സ് ഒക്കെ തുടങ്ങിയിട്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാതെ അത് എല്ലാം അടച്ചുപൂട്ടി പോവുക. വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടിയാണ് ഞാൻ സൂചിപ്പിച്ചുള്ളത്. അതിൽ എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ആ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതുപോലുള്ള എല്ലാ സ്കൂളുകളിലും നീറ്റായിട്ടുള്ള പൊതു ശൌചാലയങ്ങൾ കൃത്യമായി പണിത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അതെ അതെ അതെ. കുട്ടികളും പൊതുജനങ്ങളും അടക്കമുള്ള എല്ലാവർക്കും ശുചിത്വ അവബോധം, പേഴ്സണൽ കാര്യത്തിലൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും പൊതു ഇടങ്ങളിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് മറിച്ചാണ്. എല്ലാവരും അങ്ങനല്ല. ഇതെല്ലാം കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കാനുള്ള അവബോധവും ഒപ്പം നടപ്പിലാക്കാൻ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അതിന് റെസ്പോൺസിബിൾ ആയ ആളുകളെ കൂടി നിശ്ചയിച്ചുകൊണ്ട് നിലവാരം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യവും അടിസ്ഥാനപരമായ ഹ്യൂമൻ റൈറ്റും കൂടിയാണ്. മനുഷ്യ അവകാശം, മൗലികമായ അവകാശം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായും അത് സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടു.